ഹൈ ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ലാലേട്ടൻ അമേരിക്കയിൽ നിന്ന് ജോയിൻ ചെയ്ത ഒരു എപ്പിസോഡായിരുന്നു. ശനിയും ഞായറും നമ്മൾ കാത്തിരുന്ന് കാണുന്ന എപ്പിസോഡ് വെള്ളിയാഴ്ച തന്നെ ലാലേട്ടൻ പറഞ്ഞ് അവസാനിപ്പിച്ചു പോയി. കഴിഞ്ഞ ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ കാണിക്കുന്നു. വരാൻ താല്പര്യമില്ലെങ്കിലും വാക്ക് പറഞ്ഞല്ലേ, ഞാനെങ്കിലും വാക്ക് പാലിക്കണ്ടേ എന്ന രീതിയിൽ ലാലേട്ടൻ ഹൗസിലേക്ക് വരുന്നു. അമേരിക്കയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ലാലേട്ടൻ കൂടുതൽ കഥകളൊന്നും പറയാനില്ല, ഡയറക്റ്റ് കാര്യത്തിലേക്ക് കടന്നു. അനുമോൾ ജിസൈൽ ഇഷ്യൂ. നോർമലി ആണുങ്ങൾ തമ്മിലാണ് എല്ലായിടത്തും അടി, ഇവിടെ പെണ്ണുങ്ങൾ തമ്മിലാണ് വഴക്ക്. എന്താ അനുമോളെ പ്രശ്നം എന്ന് ലാലേട്ടൻ ചോദിച്ചു. ജിസൈലാണോ പ്രശ്നം? നമുക്കറിയാലോ, ജിസൈലിനെ വിട്ടിട്ട് അനുമോൾ ഇതുവരെ ഒരു കളി തുടങ്ങിയിട്ടില്ല. ഏതായാലും ഇന്ന് ലാലേട്ടൻ അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബിഗ് ബോസ് പറഞ്ഞാൽ കേൾക്കുന്നില്ല, ക്യാപ്റ്റൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, മറ്റുള്ളവരൊന്നും ശരിയല്ല, കിച്ചണിൽ കയറുന്നില്ല, ഞാൻ മാത്രമാണ് ശരി. ജിസൈലിനോട് കറക്റ്റായിട്ട് റൂൾസ് പാലിച്ചു പോകുന്നതിനെ പറ്റി ചോദിച്ചു. അനുമോളോട് ഉപയോഗിക്കുന്ന മനോഹരമായ ഭാഷയെ പറ്റി ചോദിച്ചു. പിന്നെ അവിടെ ഉള്ളതൊന്നും നിങ്ങളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി അല്ല, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല. അടുക്കളയിൽ കയറാൻ പറ്റില്ലെന്ന് പറയുന്നതും, ബിഗ് ബോസ് പറഞ്ഞ അനുസരിക്കാത്തതും, ക്യാപ്റ്റൻ പറഞ്ഞ അനുസരിക്കാത്തതും, ഞാനാണ് ശരി എന്ന് പറഞ്ഞ് നടക്കുന്നതും, ബാക്കിയുള്ളവർ ചെയ്യുന്ന ഒന്നും ശരിയല്ലെന്ന് പറഞ്ഞ് നടക്കണം, എല്ലാം ലാലേട്ടൻ ചോദിച്ചു. പിന്നെ വീട്ടിലുള്ളവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അനുമോള് പറയാറുണ്ടല്ലോ, അതിനെപ്പറ്റി ചോദിച്ചു. അവർ നശിച്ചു പോട്ടെ, പിന്നെ പോടാ പോടി വിളി, ഇങ്ങനെ ഓരോന്നും ചോദിച്ചു. ലാലേട്ടൻ പിന്നെ ഇവര് തമ്മിലുണ്ടായ ഒരു പ്രശ്നത്തിന്റെ വിഷ്വൽ കാണിച്ചു കൊടുത്തു. അപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷമായി. അനുമോള് പതുക്കെ ഒരു ടിഷ്യൂ വെച്ച് തൊട്ടതേ ഉള്ളൂ എന്നും ജിസേല് പതുക്കെ ഒന്ന് മാറ്റി നിർത്തിയുള്ളൂ എന്നും എല്ലാവർക്കും അത് കാണുമ്പോൾ മനസ്സിലാവും. എന്നെ മാത്രമാണ് ലാലേട്ടൻ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത്. എന്റെ പൊന്നു കുഞ്ഞ, ഇതൊരു ഗെയിമല്ലേ, ഇവിടെ കളിക്കാൻ വന്നതല്ലേ, ടാർഗറ്റ് ചെയ്യില്ലേ. ഇവരെല്ലാരും കൂടെ ചേർന്ന് പല രീതിയിൽ പുറത്താക്കാൻ നോക്കും, അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പോണതല്ലേ ഈ ഗെയിം. ഇതാണ് ലാലേട്ടൻ പറഞ്ഞത്. ജിസൈൽ ഇത് എത്ര പറഞ്ഞിട്ടും ലിപ്സ്റ്റിക് ഇടുവാണല്ലോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നത്. പിന്നെ സ്വേച്ഛാധിപതി ആയതുകൊണ്ട് ഇത്തവണ ലിപ്സ്റ്റിക് ഇട്ടതിനെ പറ്റി ലാലേട്ടൻ ഒന്നും പറയാനും പറ്റിയില്ല. ഈ ചെയ്ത ആക്ടിനെ പറ്റി ആദിലയോട് ചോദിച്ചു. ഗതികേട് കൊണ്ടായിരിക്കും, ഇഷ്ടമാവില്ലെന്നൊക്കെ പറഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ അനുമോളെ സപ്പോർട്ട് ചെയ്താൽ ശരിയാവില്ലല്ലോ. പുരുഷന്മാരെങ്ങാനുമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊക്കെ കൂടെ ഇത് വലിയ പ്രശ്നമാക്കൂല എന്ന് ലാലേട്ടൻ പച്ചയ്ക്ക് ചോദിച്ചു. ജിസൈലിന്റെ ഭാഗത്തും പ്രശ്നമുണ്ട്. അനുമോളോട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അതിനുമുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ചാനലിലെ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണാറുണ്ട്, സന്തോഷം. ഒപ്പം തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ശ്രമിക്കണം കേട്ടോ. അനുമോളോട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഭയങ്കര ഗ്യാങ് ആണ്, ഒരു രക്ഷയില്ല. പ്രൊമോയിലൊക്കെ വമ്പൻ ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്ന ലാലേട്ടനാണ് ഇപ്പൊ പറയാ ഇവിടെ ഗ്യാങ് ഉണ്ടാവൂലേ. ഗ്യാങ് ഉണ്ടാവരെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? നിങ്ങളും ഒരു ഗ്യാങ് ഉണ്ടാക്കുക. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പ്രൊമോയൊക്കെ കണ്ട് വീക്കെൻഡിൽ ലാലേട്ടൻ വന്നിട്ട് ഗ്രൂപ്പ് വിളിക്കും, റോക്കറ്റ് വിടും എന്നൊക്കെ വിശ്വസിച്ചിരുന്ന നമ്മളിപ്പോ ആരായി? ഇതാണ് അവസ്ഥ. ജിസേലിനോട് തള്ളിയിട്ടിട്ട് വല്ലതും പറ്റിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ലാലേട്ടൻ ചോദിച്ചു. അതൊരു ന്യായമായ ചോദ്യമായിരുന്നു കേട്ടോ. സെക്കൻഡ് ടൈമാണ് ഇത് സംഭവിക്കുന്നത്, ആദ്യത്തെ പ്രാവശ്യം അടിച്ചിട്ട് പോയി എന്നൊക്കെ ജിസേൽ പറഞ്ഞു. പിന്നെ എല്ലാവരുടെയും പ്രിയങ്കരനായ ക്യാപ്റ്റനോട് എന്താണ് താങ്കളുടെ നിലപാടെന്ന് ചോദിച്ചു. എല്ലാരും കേൾക്കണ്ട് ലാലേട്ട, പക്ഷെ അനുമോള് മാത്രം കേൾക്കാനുള്ള ഒരു രക്ഷയില്ല. പല പ്രാവശ്യം പറഞ്ഞു നോക്കി, നമുക്ക് പറയാനല്ലേ പറ്റൂ. ലാലേട്ട പുള്ളിക്കാരൻ ഗ്യാങ് പറയുന്നത് പോലെ മാത്രമേ കേൾക്കുകയുള്ളൂ. മോളെ, അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ കേൾക്കണം എന്നാണോ ലാലേട്ടൻ ചോദിച്ചു. അല്ല ലാലേട്ട, 15 പേരെ ഒരുപോലെ കാണണം എന്നാണ് എന്റെ ആഗ്രഹം. ബെസ്റ്റ് ടീമാണ്, എല്ലാരും ഒരുപോലെ കാണുന്ന ഒരാളെ. ഇതേ അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ലാലേട്ടൻ ചോദിച്ചു. ഒരു കുഞ്ഞ് അവിടെ നിന്ന് അനങ്ങിയില്ല. ആരും പറയില്ല, അവർക്കൊക്കെ പേടിയാണ് ലാലേട്ട. എന്ത് കഷ്ടമാണ്, അവിടെ ഒരു ധൈര്യശാലി പോലും ഇല്ല. ഏതായാലും രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ലാലേട്ടൻ പറയുന്നു. രണ്ടുപേർക്കും പണിഷ്മെന്റ് കൊടുക്കുന്നു. രണ്ടുപേരെയും ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വിടുന്നു. കൂടാതെ 2 മണിക്കൂർ രണ്ടുപേരും ജയിലിൽ കിടക്കണം. അവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ പറഞ്ഞ് സോൾവ് ചെയ്യട്ടെ. കൂടാതെ അനുമോളുടെ ഒരു പടമുള്ള ബാഡ്ജ് ജിസേലും, ജിസേലിന്റെ പടമുള്ള ഒരു ബാഡ്ജ് അനുമോളും ഈ ഒരാഴ്ച മുഴുവൻ ധരിക്കാൻ പറഞ്ഞു. ലാലേട്ടൻ ഒരു ഗംഭീര ചോദ്യമാണെന്ന് വിചാരിച്ച് അനുമോളോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ ചുണ്ടിൽ തൊട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? ലാലേട്ടൻ വാ പൊളിച്ചു പോണ മറുപടിയായിരുന്നു. ആവോ, എനിക്കറിയില്ല ലാലേട്ട, എല്ലാം വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്ന് അതുപോലെ ചെയ്യുന്ന കുട്ടിക്ക് ഈ ഒരു കാര്യം അറിയാൻ പാടില്ലേ? ഒരാൾ ചുണ്ടിൽ തൊട്ടാൽ എന്താ ചെയ്യാന്ന് അറിയാൻ പാടില്ലാവോ? പിന്നെ നെവിനോട് ഓട്ടത്തെ പറ്റി ചോദിച്ചു. സാധാരണ ഇങ്ങനെ പുറത്തേക്ക് പോയവരൊന്നും ഞങ്ങൾ കൊണ്ടുവരാറില്ല കേട്ടോ. നെവിനെ, നീ ഇങ്ങനെ കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ട് സോറിയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അകത്തേക്ക് വരുന്നത്, അല്ലാതെ ഇത് ഞങ്ങളുടെ പ്ലാനിങ് ഒന്നുമല്ല. എന്താ മോനെ ഇതിനെപ്പറ്റി പറയാനുള്ളത്? ലാലേട്ട, എനിക്ക് സ്വേച്ഛാധിപതിയുടെ ഒരു അധികാരം എന്റെ തലക്ക് പിടിച്ചു പോയി. അപ്പൊ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല വന്നു. പിന്നെ എനിക്ക് എല്ലാവരെയും ചോദ്യം ചെയ്യാൻ തോന്നി. പക്ഷെ ബിഗ് ബോസ് ഇത്ര പെട്ടെന്ന് എന്നെ എടുത്ത് കളയുമെന്ന് ഞാൻ വിചാരിച്ചില്ല ലാലേട്ട. മോനെ, ഞങ്ങളുടെ ഒരു പതിവ് ചോദ്യമുണ്ട്. നിങ്ങൾ പുറത്തു പോയിട്ട് ആരോടെങ്കിലും കോണ്ടാക്ട് ചെയ്തായിരുന്നോ? ഇരുട്ടുമുറിയിൽ നിങ്ങൾ അടച്ചിരിക്കുമായിരുന്നില്ലേ? എല്ലാരും കേൾക്കാൻ വേണ്ടി ഒന്ന് ചോദിച്ചാ കേട്ടോ, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ നെവിമോൻ വന്നതിൽ ഇവിടെ സങ്കടമുള്ളവരാരെങ്കിലും ഒക്കെ ഉണ്ടോ? ലാലേട്ട, ഈ അനുമോൾക്കും ആദിലാനൂറയ്ക്കും ഞാൻ വന്നതിൽ സങ്കടമുണ്ട്. ആദിലാനൂറമാർക്ക് സങ്കടമുണ്ടോ? നൂറ പറഞ്ഞില്ല ലാലേട്ട. ആദില പറഞ്ഞു വന്നാലും പോയാലും അവനുള്ളതാണ്. ഞങ്ങളവിടെ ഭയങ്കര ട്രിഗറിങ് പരിപാടി നടത്തി നോക്കി, പോണോ വേണ്ടോ എന്നുള്ളത് അവന്റെ തീരുമാനമായിരുന്നു. ലാലേട്ട, അതോടുകൂടി എനിക്ക് നട്ടലുണ്ടെന്ന് തെളിയിക്കാൻ പറ്റി. പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ പോയില്ലേ, വരില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പോയി തിരിച്ചു വന്നു. ദാറ്റ്സ് ഇറ്റ്. അവിടെ ഒരാൾ കൂടി എനിക്ക് വീട്ടിൽ പോണേ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. രേണുവിനോട് വീട്ടിൽ പോണോന്ന് ലാലേട്ടൻ ചോദിച്ചു. ഇല്ല ലാലേട്ട, അത്
എനിക്കൊരു വിഷമമൊക്കെ വന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് പറയണ്ടേന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ പോണ കാര്യം അങ്ങ് പറയുന്നു എന്നുള്ളൂ, എന്നെ പറഞ്ഞു വിടരുത്. ലാലേട്ടൻ ഒരു ബ്രേക്ക് എടുക്കാൻ പോയി. അനുമോൾക്ക് സങ്കടം സഹിക്കാൻ പറ്റണല്ലോട്ടാ. ഇത്ര നാൾ ഞാൻ ആർക്ക് വേണ്ടി ഇവിടെ നിന്നറിയാവോ? എന്റെ ബിഗ് ബോസിന് വേണ്ടിയിട്ട്, റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നിന്നാണ് ഞാൻ. എനിക്ക് ഇത്രയും പൈസ തന്നെ അല്ലേ, എനിക്ക് കിട്ടുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടന്റ് കൊടുക്കണ്ടേ? അത് ഞാനിവിടെ കൊടുക്കണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് എപ്പോഴേ പോയേനെ. ശരിയാണ്, എന്തുമാത്രം കരച്ചിലാണ് കരഞ്ഞേക്കണത്. ബിഗ് ബോസിന് വേണ്ടിയിട്ട് ഇതിൽ കൂടുതലൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? പിന്നെ ബുള്ളിങ് പരിപാടിയെ പറ്റി വേണ്ട രീതിയിൽ അക്ബറിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങേർക്ക് അതുപോലെ മനസ്സിലായാൽ ഭാഗ്യം. അനുമോളുടെ പുറകെ നടക്കുന്നതിനെ പറ്റി ലാലേട്ടൻ ചോദിച്ചു. ലാലേട്ടൻ അഗ്രഷൻ കുറയ്ക്കാൻ പറഞ്ഞില്ലേ, അതിനുശേഷം എന്റെ അഗ്രഷനൊക്കെ ഇപ്പൊ ഞാൻ പാട്ടിലൂടെയാണ് തീർക്കണത്. തെറിവറയിലൊക്കെ ഞാൻ നിർത്തി. മോനെ മുഴുവൻ തെറി നിർത്തിയോ? ഒരു 80% ആയിട്ടുണ്ട്. അക്ബറെ, നിങ്ങൾ ഈ ഒരാളുടെ പുറകെ മാത്രം പാട്ടുപാടി നടക്കരുത്. അവിടെ വേറെ സ്ത്രീകളില്ലേ? അവരുടെ പുറകെ പാട്ടുപാടി നടക്കണം എന്നല്ല പറഞ്ഞത്. അവർക്കാർക്കും നിങ്ങളിൽ നിന്നൊന്നും കിട്ടുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അത്രേ ഉള്ളൂ. ഒരാളെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നടക്കുന്നത് ഭയങ്കര അരോചകമാണ്. ലാലേട്ടൻ ഇതൊക്കെ പറയുന്ന കേട്ട് വേണമെങ്കിൽ ഒന്നും മനസ്സിലാക്കടാ. ലാലേട്ട, വീട്ടുകാരെയൊക്കെ പറ്റി പറയുമ്പോൾ നീ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നിന്റെ പെണ്ണ് അവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ മിനിമം ഞാൻ പാട്ടെങ്കിലും പാടണ്ടേ, അല്ലാതെ വേറെ നിവർത്തിയില്ല. എന്നാ നീ ഇവിടെ പാട്ടുപാടി നടന്ന് അടുത്ത ആഴ്ച വീട്ടിൽ പോ എന്ന് ലാലേട്ടന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ലാലേട്ടൻ ചിരിച്ചു. അക്ബർ, അപ്പാനി, റെന, ആരിഫ് ഇവരൊക്കെ ശല്യപ്പെടുത്തുന്നുണ്ടോ അനുമോളെ? ഞാൻ അങ്ങോട്ട് ഒന്നിനും പോവാറില്ല ലാലേട്ട. ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞു വരും. അവസാനം ഞാൻ സഹി കേട്ടിട്ട് പറഞ്ഞു പോണതാണ്. കൂടുതലൊന്നും പറയാറില്ല ലാലേട്ട. പട്ടി, നാറി, പെണ്ണാളൻ, പെൺകോന്തൻ, പോങ്ങൻ, മൊണ്ണ ഇങ്ങനെയുള്ള വാക്കുകളും പിന്നെ കുറച്ച് ശാപങ്ങളും മാത്രമേ ഞാൻ പറയാറുള്ളൂ. അനീഷിനോട് ചോദിക്കുന്നു, യഥാർത്ഥത്തിൽ ലാലേട്ട അവിടെ സംഭവിക്കുന്നത്, അനുമോൾ നടന്നു വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ അനുമോൾക്കെതിരെ സംസാരിക്കുമ്പോൾ മോശമായ വാക്കുകൾ അവരുടെ വായിൽ നിന്ന് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഓക്കെ അനീഷ, സംഭവം മനസ്സിലായി കേട്ടോ. പിന്നെ അഭിലാഷിനോട് ചോദിച്ചു, ലാലേട്ട ഞാൻ അന്നേ പറഞ്ഞത് 5 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പിന്നെ ഞാൻ അപ്പുറത്ത് പോയി അനുമോളെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് അവർക്കെതിരെ കളിക്കാനുള്ള എന്റെ തന്ത്രമായ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ പറഞ്ഞ് എരിപിരിയൊക്കെ കയറ്റി വിടും. പിന്നെ ഇടയ്ക്ക് അനുമോള് സുന്ദരിക്കുട്ടിയാന്നൊക്കെ ഞാൻ പറയുകയും ചെയ്യും. വേറെ കുഴപ്പമൊന്നുമില്ല ലാലേട്ട. പണ്ട് ഞാൻ എത്ര അഗ്രസീവ് ആയിരുന്നു, ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഞാൻ അടിപൊളിയായിട്ടാണ് കളിക്കുന്നത്. പിന്നെ ഷാനവാസിനോട് ചോദിച്ചു, ഗ്രൂപ്പ് തിരിഞ്ഞ് അനുമോളെ എല്ലാവരും ചേർന്ന് ആക്രമിച്ചപ്പോ ഞാൻ അവളുടെ അടുത്ത് നിന്ന് സംസാരിച്ചതാണ്, എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ ഞങ്ങൾ ഇടപെടുമെന്ന് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞു തീർന്നില്ല. അനുമോള് ചാടി ജിസേലിന്റെ മുഖത്ത് തൂത്തു. ബിന്നിയോട് ലാലേട്ടൻ ചോദിച്ചു, ഇവിടെ എത്ര ഗ്രൂപ്പ് ഉണ്ട് ബിന്നി? അനുമോളുടെ അടുത്ത് നിന്ന് പലർക്കും ഹർട്ടായിട്ടുണ്ട്. അങ്ങനെ ഉള്ളവർ ഇപ്പൊ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പും ആശ്വസിപ്പിച്ചുകൊണ്ട് മറ്റൊരു ഗ്രൂപ്പും. ഒനീലിനോട് ചോദിച്ചപ്പോ നമ്മളിവിടെ ചങ്കായിട്ട് കൂടെ ഉണ്ട്, അപ്പൊ ആ ഒരു രീതിയിൽ നിന്നാണ്. അത് പറഞ്ഞു വന്ന സമയത്ത് തന്നെ അനുമോള് കയറി അവിടെ പരിപാടി നടത്തി. പിന്നെ എന്തു പറയാനാണ്. റെനയോട് ചോദിച്ചപ്പോ അനുമോളുടെ ഐഡിയോളജിയുമായിട്ട് എനിക്ക് യാതൊരു രീതിയിലും പൊരുത്തപ്പെടാൻ പറ്റില്ല ലാലേട്ടാ. എന്റെ പൊന്നു കുഞ്ഞെ, എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പൊരുത്തപ്പെട്ടു പോകും, ഇവിടെ ഒരു സമാധാനമൊക്കെ വേണ്ടേ. നൂറയോട് ചോദിച്ചപ്പോ നൂറ പറഞ്ഞു, നല്ലോണം കച്ചറ ഉണ്ടാവാനുള്ള സാധ്യത ഇനിയുണ്ട്. എങ്ങനെ കച്ചറ ഉണ്ടാവാതിരിക്കും? അനുമോളെ കരുവാക്കിയിട്ട് ബാക്കിയുള്ളവരെ ടാർഗറ്റ് ചെയ്യാനുള്ള വമ്പൻ പരിപാടിയാണ് ഇവർ നീക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചൈനീസ് ഭാഷയിലുള്ള തെറിയെ പറ്റി ലാലേട്ടൻ ചോദിച്ചു. അങ്ങനെ ഒരു തെറിയില്ല. ആ ഒരു വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ അക്ബർ ആണെന്നാണ് എപ്പിസോഡിൽ പറഞ്ഞത്. അങ്ങനെ ഇല്ലാത്തൊരു തെറി ചൈനക്കാർക്കും ഇന്ത്യക്കാർക്കും വേണ്ടി സംഭാവന ചെയ്ത അക്ബറിനെ നമ്മൾ പ്രത്യേകം സ്മരിക്കുന്നു. ഇവിടെ ടാസ്ക് ഒന്നും നിങ്ങൾക്ക് തീർക്കാൻ പറ്റണില്ല. ഇല്ലാത്തൊരു വാക്കിന്റെ പുറകെയുള്ള പരിപാടിയും പിടിച്ച് പോയേക്കുവാണ്. ഒരാളുടെ പുറകെ നടന്ന് നിങ്ങളുടെ എനർജിയും സമയമൊന്നും കളയരുത്. അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കണം എന്ന് ലാലേട്ടൻ പറഞ്ഞു. ജയിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ലാലേട്ടൻ ചോദിച്ചു. യഥാർത്ഥത്തിൽ ടഫ് ടാസ്ക് ആയിരുന്നു ലാലേട്ടൻ. അനുമോളും ഞാനും തുടക്കം മുതലേ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളിൽ മുഴുവൻ മുഴുകിയിരുന്നു. അത് മുഴുവൻ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചു ലാലേട്ട. അനുമോളും അക്ബറും തമ്മിലുള്ള വഴക്കിനെ പറ്റി ചോദിച്ചു. ഹെൽത്തി ആയിട്ട് കളിക്കുമെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അനുമോളുടെ ഷവർ കിറ്റ് കാണാതെ പോയതിനെ പറ്റി ലാലേട്ടനോട് പറഞ്ഞു. ഹൈ ആര്യൻ അത് അവിടെ കൊണ്ടുവെക്കുന്നതായിട്ട് ആദില കണ്ടു എന്ന് പറഞ്ഞു. അത് ആര്യനോട് ചോദിച്ചു. എന്റെ നിക്കറും ബനിയനൊക്കെ വേസ്റ്റ് ബിന്നിൽ ഇട്ടാണ്, അപ്പൊ അവളോട് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ലാലേട്ട, ജയിലിൽ പോകുമ്പോൾ ഡോളിനെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ലല്ലോ. പക്ഷെ അനുമോളും അത് കൊണ്ടുപോയി. ഞാനത് ചോദിക്കാൻ ചെന്നപ്പോ എന്നെ പേന എടുത്ത് കുത്തി ലാലേട്ട. ഷാനവാസിനോട് ഇതിനെപ്പറ്റി ലാലേട്ടൻ ചോദിച്ചു. ഇവൻ ആദ്യം എന്റെ ബാൻഡ് എടുത്തോണ്ട് പോയി, പിന്നെ ഷവർ കിറ്റ് എന്റെ ബെഡിന്റെ അവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ ഇവൻ ഇവിടെ ചെയ്തു കൂട്ടുന്നത് എല്ലാം കള്ളത്തരങ്ങളാണ്. മോനെ, നീ ഇതെല്ലാം നെഗറ്റീവായിട്ട് എടുക്കുന്നത് എന്തിനാണ്? ഒന്നും അനുസരിക്കുന്നില്ല, എതിർത്ത് നിൽക്കുന്നു. ഇത് നിന്റെ ഒരു സ്ട്രാറ്റജിയാണോ? ഒരു കാര്യം പറയുമ്പോൾ അത് ചെയ്യില്ല എന്ന് പറയുന്നതൊന്നും അത്ര വലിയ മിടുക്കൊന്നുമല്ല. ധൈര്യം കൊണ്ട് ചെയ്ത് കാണിക്കട ആര്യ. അങ്ങനെ ലാലേട്ടന് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും ആര്യൻ സോറി പറയുന്നു. സോറി ലാലേട്ട, അങ്ങനെ പറ്റിപ്പോയി, ഞാനത് ചെയ്തു. സോറി ലാലേട്ട എന്ന് ആര്യൻ പറഞ്ഞു. അപ്പൊ നീ പെരുങ്കള്ളനായില്ലേ എന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിച്ചു. ജിസേല്, എന്റെ ഡ്രസ്സ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ലാലേട്ട. ഇതുവരെ കിട്ടിയിട്ടില്ല, ആഗ്രഹമുണ്ട്. ഓണമൊക്കെ അല്ലേ വരുന്നത്, ആഗ്രഹമുണ്ട്. ശിക്ഷ കിട്ടി, ടാസ്ക് ജയിച്ചു, സ്വേച്ഛാധിപതിയായി. ഇപ്പോ ഡ്രസ്സ് കിട്ടിയാൽ നല്ല സന്തോഷം. ജിസേൽ, ഡ്രസ്സ് തരാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അപ്പോഴാണ് നിങ്ങളിവിടെ ആവശ്യത്തിൽ കൂടുതൽ ബഹളമൊക്കെ ഉണ്ടാക്കിയത്. ഏതായാലും അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കട്ടെ. ശരിക്കും ഇതെല്ലാം നിങ്ങൾ സംസാരിച്ചൊരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ വെച്ച് സോറി പറയാം. നെവിന് ഇതിൻ്റെ പറയാം, ലാലേട്ട ഇവര്
ഇവരെ കൊണ്ട് ഒരു ഹഗ് കൂടെ ചെയ്യിപ്പിക്കണം. അങ്ങനെ ഇവർ സോറി പറയുന്നു, ഹഗ് ചെയ്യുന്നു. തൽക്കാലത്തേക്ക് ലാലേട്ടനൊരു ആശ്വാസം. ഇവരുടെ ഈ കച്ചറ എന്ന് പറഞ്ഞു തീർത്തിട്ട് വേണം അമേരിക്കൻ ട്രിപ്പ് തകർക്കണ്ടേ. അനുമോളോട് പെട്ടി കൊടുത്തോട്ടെ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, പിന്നെ ബിഗ് ബോസ് പറഞ്ഞാൽ കൊടുക്കാം, കൊടുത്തോ, എല്ലാവർക്കും കിട്ടിയതല്ലേ, കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞത്. ഒന്ന് ആലോചിക്കട്ടെ. ലിപ്സ്റ്റിക് ഒക്കെ കിട്ടും കേട്ടോ, മറക്കണ്ട. ലാലേട്ടൻ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നു. തെറിവാക്ക് പറഞ്ഞതിനെ പറ്റി അവരെല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ ഷാനവാസിന്റെ അടുത്ത് നീ പോടാന്നോ പൊട്ടാന്നോ അങ്ങനെ എന്ത് വിളിക്കുമ്പോൾ നിന്റെ തന്തയെ പോയി വിളിച്ചാൽ മതിയെന്ന് ഷാനവാസ് ആര്യനോട് പറയും. ലാലേട്ടന് ചോദിച്ചുകൊണ്ട് സ്ക്രീനിലേക്ക് തിരിച്ചു വരുന്നു. ഷാനവാസിന്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ തിരിച്ചു അതുപോലെ തന്നെ സംസാരിക്കുന്നു ഷാനവാസ് പറഞ്ഞു. അനീഷിന് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിച്ചു. ആര്യൻ നെഗറ്റീവായിട്ടാണ് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. ആര്യന്റെ ആ ഒരു നെഗറ്റീവ് സ്ട്രാറ്റജിയിൽ ഷാനവാസ് പോയി വീണു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ടാസ്കുകളൊക്കെ ഗംഭീരമായിട്ടാട്ടോ ചെയ്യണത്, പക്ഷെ നിങ്ങൾക്ക് ടാസ്ക് തരാൻ വേണ്ടി ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങളുടെ ഒരുപാട് ടാസ്ക് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് തന്നാൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കുളവാക്കും. ആര്യന്റെ ആറ്റിറ്റ്യൂഡിനെ പറ്റി ലാലേട്ടൻ ബിന്നിയോട് ചോദിച്ചു. ഇമ്മച്ചുവർ ആയിട്ടാണ് പെരുമാറുന്നത്, ചിന്തിക്കാതെ സ്പോണ്ടേനിയസ് ആയിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത്. ആര്യൻ എന്തൊക്കെ സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞാലും അത് ഏതാണ് സിറ്റുവേഷൻ നോക്കി മാത്രമാണ് ആര്യൻ ചെയ്ത പ്രവൃത്തിയെ വിലയിരുത്താൻ പറ്റുള്ളൂ. ബിന്നി പറഞ്ഞതൊക്കെ കൃത്യം പോയിന്റുകളാട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാൽ ബിന്നി ഒരു അടിപൊളി ഗെയിമറാണ്, പക്ഷെ ബിന്നി പ്രേക്ഷകരുമായിട്ട് കണക്ട് ആയിട്ടില്ല. നല്ല ഗെയിമറുമാണ്, നല്ലൊരു ക്വാളിറ്റിയുള്ള പേഴ്സണുമാണ്. അവിടെയുള്ള ഓരോ കാര്യങ്ങളെയും പുള്ളിക്കാരത്തി വ്യക്തമായിട്ട് അനലൈസ് ചെയ്ത് പറയുന്നുണ്ട്. അവർക്ക് വ്യക്തമായ ഒപ്പീനിയനും ഉണ്ട്. പിന്നെ നേരെ വാ നേരെ പോ എന്നുള്ളൊരു ലൈനുമാണ്. അങ്ങനെയുള്ളവരൊന്നും അവിടെ ഇല്ല. ടോട്ടലി ആര്യന് ബിഗ് ബോസ് ഹൗസിനോടും ഗെയിമിനോടും ഒക്കെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ 7ന്റെ പണി കിട്ടുമെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് വീക്കെൻഡിൽ ലാലേട്ടൻ തൊപ്പി വെക്കാൻ പറഞ്ഞപ്പോൾ ഉള്ള ഒരു സംസാരത്തെ പറ്റി ലാലേട്ടൻ ഇന്നും സംസാരിച്ചു. പണിഷ്മെന്റ് ഒക്കെ തരുന്ന ഒരു ഫണ്ണായിട്ടാണ്, ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് തരുന്നത്. അതിനകത്തൊക്കെ കൊണ്ട് ഈ നെഗറ്റീവ് കുത്തി കലർത്തല്ലേടാ എന്ന് ലാലേട്ടൻ പറഞ്ഞില്ല കേട്ടോ. പക്ഷെ അതാ ഉദ്ദേശിച്ചത്. 6-7 വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. അതുകൊണ്ട് ആളുകളൊക്കെ എങ്ങനെയാണെന്ന് ഏകദേശമൊക്കെ അറിയാൻ പറ്റും. കളിക്കുമ്പോൾ മാറി നിൽക്കുക, പണിപ്പുരയിൽ കയറാതിരിക്കുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ റോങ് ആണെന്ന് ലാലേട്ടൻ പറഞ്ഞു. 24 മണിക്കൂർ നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് കളിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോകാം. എനിവേ നോമിനേഷൻ ഉള്ളവരെ എഴുന്നേപ്പിച്ച് നിർത്തി. ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ഉള്ളതാണ്, പക്ഷെ ഞാൻ അവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ബിഗ് ബോസിനോട് വളരെ കാര്യമായിട്ട് പറഞ്ഞ് എവിക്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ നോമിനേറ്റ് ചെയ്തവരും മാറുന്നില്ല. ഇത് തന്നെ അടുത്ത ആഴ്ചത്തേക്കും കണ്ടിന്യൂ ചെയ്യും. കൂടാതെ പുതിയതായിട്ട് ജിസേലും അനുമോളും കൂടി വന്നിട്ടുണ്ട്. ഏതായാലും ഒരു ഗിഫ്റ്റ് സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. അത് ജിസേലിന്റെ പെട്ടിയായിരുന്നു. അവസാനം അങ്ങനെ കുട്ടിക്ക് പെട്ടി കിട്ടി. ലാലേട്ടൻ അനുമോളെ കൊണ്ട് ജിസേലിന് ആ ഒരു പെട്ടി കൊടുപ്പിക്കുന്നു. ജിസേലിനെ കൊണ്ട് അനുമോളോട് താങ്ക്സ് പറയിപ്പിക്കുന്നു. വന്യമായ ചിലതൊക്കെ ബിഗ് ബോസ് ഹൗസിലേക്ക് വരാൻ പോകുന്നു എന്ന് ലാലേട്ടൻ പറഞ്ഞു. വൈൽഡ് കാർഡ് എൻട്രിയാണ് ലാലേട്ടൻ സൂചിപ്പിച്ചത്. ഷോ ഇപ്പം ഇച്ചിരി ഡൗൺ ആയി പോയല്ലോ. വരുന്നത് കിടിലൻ ആൾക്കാരാണെങ്കിൽ മൊത്തത്തിൽ ഒന്ന് ഉഷാറാവും. ഏതായാലും മറ്റു വിശേഷങ്ങൾക്കും വൈൽഡ് കാർഡ് എൻട്രിക്കും ഒക്കെ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. താങ്ക്